നമസ്കാരം. പശ്ചിമേഷ്യൻ മേഖലയിൽ സൈനിക നീക്കങ്ങൾ അതീവ സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഇറാൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള എണ്ണപ്പാടങ്ങളൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്ന ഗാർഗ് ദ്വീപിനെ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കൻ സൈന്യം നീക്കം തുടങ്ങിയതോടുകൂടിയാണ് നിലവിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് എത്തിയത്. ഇറാൻ്റെ സാമ്പത്തിക അടിത്തറ തകർക്കാനുള്ള വാഷിംഗ്ടണിൻ്റെ ശ്രമങ്ങൾക്ക് മറുപടിയായി കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും അതോടൊപ്പം തന്നെ ഇസ്രായേൽ കേന്ദ്രങ്ങളുമൊക്കെ തന്നെ തങ്ങളുടെ ലക്ഷ്യമാണെന്ന് ഇറാൻ വ്യക്തമാക്കിയതോടുകൂടി ഒരു പൂർണ്ണ രൂപത്തിലുള്ള യുദ്ധത്തിൻ്റെ നിഴലിലാണ് ഇപ്പോൾ ഗൾഫ് നാടുകൾ ഉൾപ്പെടെയുള്ള പ്രദേശം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വ്യക്തിപരമായിട്ടുള്ള കടന്നാക്രമണങ്ങൾക്കും ഇറാൻ തുടക്കമിട്ടിട്ടുണ്ട്. നെതന്യാഹുവിനെ യുദ്ധ കുറ്റവാളി എന്ന് വിശേഷിപ്പിച്ച ഇറാൻ സൈന്യം അദ്ദേഹത്തിൻ്റെ നിലവിലത്തെ അവസ്ഥയെക്കുറിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നതായിട്ടും അവകാശപ്പെടുന്നുണ്ട്. നെതന്യാഹു ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ തിരഞ്ഞു പിടിച്ച് വധിക്കുമെന്ന കടുത്ത ഭീഷണിയാണ് IRGC മുഴക്കിയിരിക്കുന്നത്. ആക്രമണ ഭീതിയെ തുടർന്ന് അദ്ദേഹം കുടുംബത്തോടൊപ്പം ഇസ്രായേലിൽ നിന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയതായിട്ടും ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ ആത്മവിശ്വാസം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ ഇരുപക്ഷത്തു നിന്നും ഉണ്ടാകുന്നത്. സൈനികപരമായിട്ടുള്ള നീക്കങ്ങൾ ടെല്ലവീവ് പോലെയുള്ള പ്രധാന നഗരങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഇസ്രായേലിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഇറാൻ സൈന്യം വൻതോതിൽ മിസൈൽ ആക്രമണങ്ങളൊക്കെ തന്നെ നടത്തിയതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ഈ ആക്രമണങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായിട്ടും നഗരങ്ങളിൽ അപായ സൂചന നൽകുന്ന സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്രോണുകളും അതോടൊപ്പം തന്നെ അത്യാധുനിക മിസൈലുകളും ഉപയോഗിച്ച് അമേരിക്കയുമായി ബന്ധമുള്ള താവളങ്ങളെ തകർക്കുമെന്നാണ് ഇറാൻ്റെ നിലപാട്. ഇറാൻ്റെ തിരിച്ചടി ഭയന്ന് തങ്ങളുടെ പൗരന്മാരോടും സൈനികരോടും അതീവ ജാഗ്രത പാലിക്കാൻ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നയതന്ത്ര തലത്തിൽ സമാധാനത്തിനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഒരു വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാടുകൾ ഇതിന് തടസ്സമാകുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച ചർച്ചാ നിർദ്ദേശങ്ങൾ തള്ളിയ ട്രംപ് ഇറാൻ്റെ ഭീഷണികളെ സൈനികമായി തന്നെ നേരിടുമെന്ന വാശിയിലാണ്. എന്നാൽ തങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാതെ യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറല്ലെന്ന് ഇറാൻ ഭരണകൂടവും വ്യക്തമാക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നത് പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷം പാടെ തകർത്തിരിക്കുകയാണ്. ഇത് മേഖലയിലെ സാധാരണക്കാരുടെ ജീവിതത്തെയും അവരുടെ ഉപജീവനത്തെയും ഒക്കെ തന്നെ ബാധിക്കുമെന്ന ആശങ്ക അതിശക്തമാണ്. ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന മറ്റൊരു ചിത്രം നീക്കം ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ ഭാഗിക ഉപരോധമാണ്. ലോകത്തിലെ ആകെ എണ്ണ വിതരണത്തിൻ്റെ വലിയൊരു ശതമാനം കടന്നു പോകുന്ന ഈ പാതയിൽ നിയന്ത്രണങ്ങളൊക്കെ തന്നെ വന്നതോടുകൂടി അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരാനായിട്ട് സാധ്യതയുണ്ട്. തങ്ങളുടെ പരമാധികാരത്തിന് ഭീഷണി ഉയർത്തുന്ന രാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകളെ തകർക്കുമെന്നും തടയുമെന്നുമാണ് ഇറാൻ്റെ പ്രഖ്യാപനം. ഇതിന് പകരമായി എണ്ണക്കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ കൂടുതൽ യുദ്ധക്കപ്പലുകളെ വിന്യസിക്കാൻ ട്രംപ് ഭരണകൂടം ഇപ്പോൾ ഉത്തരവിട്ട് കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്കിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇറാന് സൈനികപരമായിട്ടുള്ള മേൽക്കൈ ഉള്ളതിനാൽ ഏതൊരു ചെറിയ പ്രകോപനവും വലിയ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാം. നിലവിലെ സാഹചര്യമൊക്കെ തന്നെ വിലയിരുത്തുമ്പോൾ പകരത്തിന് പകരമെന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ തുടരുന്നത് അത് ലോകത്തെ തന്നെ വലിയ ഒരു വൻ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. ഗൾഫ് മേഖലയിലെ എണ്ണപ്പാടങ്ങൾ ഭീഷണിയുടെ നിഴലിലായതോടുകൂടി വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും ഇപ്പോൾ അപകടത്തിലായിരിക്കുകയാണ്. യുദ്ധം നീണ്ടുപോയാൽ കോടിക്കണക്കിന് ജനങ്ങളുടെ തൊഴിലിനെയും അവരുടെ നിത്യജീവിതത്തെയും അത് ബാധിക്കുമെന്ന് CNN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ആഗോള ഇന്ധനക്ഷാമം രൂക്ഷമാകുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമായി മാറും. ഈ ഒരു സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ടുകൊണ്ട് ഈ യുദ്ധം ഒഴിവാക്കണമെന്ന ആവശ്യം ഇപ്പോൾ അതിശക്തമാവുകയാണ്.